മോർണിംഗ് ഇത് നമ്മൾ ബയോളജിയാണ് എടുക്കാൻ പോണത്. ബയോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ 30ാമത്തെ ചാപ്റ്ററാണ് ബയോടെക്നോളജി. ബയോളജിയിലെ നെക്സ്റ്റ് ചാപ്റ്റർ ബയോടെക്നോളജി. അപ്പോൾ ബയോടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് വളരെയേറെ വികസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. പല മേഖലകളിലും അതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വലിയ തോതിലുള്ള കാർഷിക രംഗത്താണെങ്കിലും വലിയ എന്താ പറയുക കീടങ്ങളോട് കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് സസ്യങ്ങൾ ഉണ്ടാവാനും പലതരത്തിലുള്ള നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള രീതിയിൽ കൃഷിയെ മാറ്റിയെടുക്കാനായിട്ട് ബയോടെക്നോളജി സഹായിച്ചിട്ടുണ്ട്. ഇനി ആരോഗ്യ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലകളിലും എന്താണ് നമ്മൾ ബയോടെക്നോളജി സഹായിച്ചിട്ടുണ്ട്. ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം ആൻഡ് ദയർ ബയോളജിക്കൽ പ്രോസസ് such as biochemistry, microbiology and genetic engineering in order to make best use of the microorganism for the benefit of mankind. അതായത് മനുഷ്യൻ്റെ ഉപയോഗത്തിനനുസരിച്ചിട്ട് ബയോകെമിസ്ട്രിയും മൈക്രോബയോളജിയും ജനറ്റിക് എഞ്ചിനീയറിങ്ങും ഒക്കെ കൂടെ അങ്ങനെയുള്ള മേഖലകൾ മുഴുവനും മനുഷ്യന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നതിനെയാണെന്ന് പറയുക ബയോടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബയോടെക്നോളജിയിലെ അപ്ലിക്കേഷൻസ് അത് 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ഹെൽത്ത് ആൻഡ് മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാർസ് പോലെ എന്താണ് ഒരു വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പം അതിനൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ ബയോടെക്നോളജിയിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എന്താണ് മെഡിസിനിലാണെങ്കിലും വാസ്റ്റായിട്ട് നമുക്ക് മെഡിസിൻസ് ഉണ്ടാക്കാം. ഇൻസുലിനൊക്കെ ആണെങ്കിലും വാസ്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബയോടെക്നോളജിയിലൂടെ സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം എന്താണ് ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ അത്രയധികം രോഗികളും അത്രയേറെ ആവശ്യം വരുമ്പോൾ എന്താണ് ബയോടെക്നോളജി നമുക്ക് യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മറ്റേ ബർഗ് ബാക്ടീരിയാസ് ഉണ്ട്, ഓയിൽ ബർഗ് ബാക്ടീരിയാസ്. അതായത് കടലിലൊക്കെ എണ്ണ പോകുന്ന സമയത്ത് അപ്പോൾ കടലിൽ എന്താണ് മലിനീകരണം ഉണ്ടാവുകയാണ് അല്ലേ. ആ എണ്ണ നമ്മളെങ്ങനെ മാറ്റി ചെയ്യും? ആ എണ്ണയെ തിന്നുന്ന ഒരു തരം ബാക്ടീരിയാസിനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് വളരെ നമുക്ക് യൂസ്ഫുള്ളാണല്ലോ. ആ ബാക്ടീരിയാസിനെ ആ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടാൽ എന്താണ് ആ എണ്ണ മുഴുവനും മാറ്റി കിട്ടാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താണ് നമുക്ക് മാലിന്യങ്ങൾ ഇന്ന് നമ്മുടെ ഒരു പ്രശ്നമാണ് അല്ലേ. ഈ മാലിന്യങ്ങളെ മുഴുവനും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഡീഗ്രേഡബിൾ ആയിട്ടുള്ള എന്നാൽ മനുഷ്യന് ദോഷവും ചെയ്യാത്ത തരത്തിലുള്ള ബാക്ടീരിയാസിനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ബാക്ടീരിയാസ് വെച്ചിട്ട് എന്താണ് ഈ വക പ്ലാസ്റ്റിക്കുകളെയും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഡീഗ്രേഡ് ചെയ്ത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം. അഗ്രികൾച്ചറിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതായത് നമുക്ക് സമയലാഭം ഉണ്ടാവണം, കുറച്ച് മുതൽ മുടക്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കണം. അപ്പോൾ അതേപോലെയുള്ളത് മഴ വരുമ്പോഴേക്കും എന്താണ് നെല്ലുകൾക്ക് വെള്ളം വരുമ്പോഴേക്കും നെല്ലുകൾ പെട്ടെന്ന് വീണ് നശിച്ചു പോകും. അപ്പോൾ മഴയെ പ്രതിരോധിക്കുന്ന നല്ല ഉയരമുള്ള ചെടികൾ എന്തൊക്കെയാണോ നമുക്ക് ഡിസയർ ആയിട്ടുള്ളതായി അതുപോലെയുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ബയോടെക്നോളജി കൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ പെസ്റ്റ് കൺട്രോള്, കീടനിയന്ത്രണം, അതിനൊക്കെ നമുക്ക് ഇതിലെ പറ്റിയിട്ടുണ്ട്. ഇനി വ്യവസായ മേഖലകളിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ പ്രിസർവ് ചെയ്യാനാണെങ്കിലും ആൽക്കഹോൾ നിർമ്മാണം, ചീസിൻ്റെ നിർമ്മാണം, ഇതിനൊക്കെ നമ്മൾ ബയോടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻസ് നോക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫെർമെൻറ്റേഷൻ എന്താണെന്നുള്ളതാണ്. ഫെർമെൻറ്റേഷൻ എന്താണ്? ഓക്സിജൻ്റെ അഭാവത്തിൽ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഗ്ലൂക്കോസ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ. ഓക്സിജൻ ഇല്ലാണ്ട് കാർബോഹൈഡ്രേറ്റിൽ നിന്നും എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫെർമെൻറ്റേഷൻ. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനുണ്ട്, അതേപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനുണ്ട്. അതായത് പാല് പുളിച്ച് തൈരാവുന്നതാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ഇനി ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാവൊക്കെ പുളിപ്പിക്കാൻ വെക്കണത്, ദോശമാവ് ഇഡ്ലി മാവൊക്കെ പുളിപ്പിക്കാൻ വെക്കണത്, അവിടെ ആൽക്കഹോൾ ഉണ്ടാവുന്നു. ഇവിടെ എന്താ ഉണ്ടാവുന്നു? ലാക്റ്റിക് ആസിഡിൽ ലാക്ടോസ് എന്ന് പറയുന്ന പാലിൽ നിന്ന് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവുന്നു. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ. ആൽക്കഹോൾ ഫെർമെൻറ്റേഷനിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആൽക്കഹോളും ഒക്കെ ഉണ്ടാവുന്നു. അങ്ങനെ 2 ടൈപ്പിലുള്ള ഫെർമെൻറ്റേഷൻ. ഇതൊക്കെ എന്താണ് നമുക്ക് യൂസ്ഫുള്ളാണ്, ഹ്യൂമൻസിന് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ബയോടെക്നോളജിയിലെ വലിയൊരു കണ്ടുപിടുത്തം എന്നൊക്കെ പറയുന്നതാണ് ആൻറ്റിബയോട്ടിക്സ് ആണ്. എന്താണ് ആൻറ്റിബയോട്ടിക്സ്? ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയകൾക്ക് എതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ് എന്ത്? ആൻറ്റിബയോട്ടിക്സ്.
നമ്മൾ തന്നെ എന്തെങ്കിലും നല്ല കഫക്കെട്ട് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് എന്താണ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബാക്ടീരിയ, ആ ബാക്ടീരിയയ്ക്ക് എതിരെയുള്ള മരുന്നാണ് ഈ ആൻറ്റിബയോട്ടിക്. അപ്പോൾ ആ ബാക്ടീരിയ നശിപ്പിക്കാനുള്ള കഴിവ് ആൻറ്റിബയോട്ടിക്കിനുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ചെയ്താലും ആൻറ്റിബയോട്ടിക്കിന് ചില ഡ്രോബാക്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഈ ആൻറ്റിബയോട്ടിക് അലർജി ആയിരിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് ഇങ്ങനെ കഴിച്ച് ആ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയയ്ക്ക് ചിലപ്പോൾ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അവർക്ക് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് നമ്മൾ ഉറുമ്പ് പൊടി ഇടുമ്പോഴേക്കും ഉറുമ്പ് ചാവും. ഇപ്പോഴത്തെ ഉറുമ്പ് പൊടിയിൽ ഉറുമ്പ് ചാവില്ല. അത് ഉറുമ്പ് പൊടിയുടെ ക്വാളിറ്റി കുറവ് കൊണ്ട് മാത്രമല്ല, എന്താണ് ഉറുമ്പ് അതിനെതിരെ പ്രതിരോധം അവരുടെ ജീനുകൾ ഉണ്ടാക്കി. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു സ്ട്രഗിൾ വരുന്ന സമയത്ത് എന്താണ് നമ്മളതിനെ നേരിടാനായിട്ടുള്ള ഓരോ മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പോലെ അവർക്കുണ്ടാവുന്നുണ്ട്. നിരന്തരമായിട്ടുള്ള ഉറുമ്പുപൊടി ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് അവരുടെ ജീനുകളിൽ കാലക്രമേണ വന്നാണ് അവരതിനെതിരെ ആയത്. അതേപോലെ തന്നെ എന്താണ് ഈ ബാക്ടീരിയാസ് കുറേ നാൾ കഴിയുമ്പോൾ എന്താണ് ആ ആൻറ്റിബയോട്ടിക്സിന് അതിന് ഫലപ്രദമാവാതെയാവും. കാരണം അതിന് പ്രതിരോധിക്കാനുള്ള കഴിവ് ആ ബാക്ടീരിയാസിനുണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. പിന്നെ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഈ ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചത്. അന്ന് ഓർത്ത് വയ്ക്കേണ്ട, വൺ മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി വാക്സിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, വാക്സിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിരോധം നൽകുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി നൽകുന്ന സബ്സ്റ്റൻസുകളാണ്. നമ്മളൊരു അസുഖത്തിന് വാക്സിൻ എടുക്കുമ്പോൾ എന്താ ചെയ്യണത്, ആ അസുഖമുണ്ടാക്കുന്ന ബാക്ടീരിയയുടെയോ വൈറസിനെയോ നിർജീവമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന എന്തെങ്കിലും സെക്രീഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ബോഡി പാർട്സിനെയാണ് ഡയറക്റ്റ്ലി നമുക്ക് വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ കുത്തിവെക്കണത്. അങ്ങനെ കുത്തിവെക്കുമ്പോൾ എന്താണ് നമ്മുടെ ശരീരം, നമുക്ക് അസുഖം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്, നമുക്ക് പനിയൊക്കെ വരില്ല വാക്സിൻസ് എടുക്കുമ്പോൾ. പനി എന്ന് പറയുന്നത് വരുന്നത് എന്താ വെച്ചാൽ, പനി നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമില്ലാത്തൊരു വസ്തു ഒന്ന് കയറി അതിനെ പുറന്തള്ളാനായിട്ട് നമ്മുടെ ശരീരം കാണിക്കുന്നൊരു പ്രോസസ്സാണ് ആ പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രസൻസ് കാണുമ്പോൾ നമ്മുടെ ബ്ലഡിൽ എന്ത് ചെയ്യും, ഇതിനെതിരെയുള്ള ആൻറ്റിബോഡീസ് നിർമ്മിക്കപ്പെടും. ഈ ആൻറ്റിബോഡീസ് കാലാകാലം നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ ബ്ലഡിലുണ്ടാവും. ഭാവിയിൽ ഏതെങ്കിലും ഒരവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, സെയിം അസുഖം വന്നു കഴിഞ്ഞാൽ ആ ജീവനുള്ള രോഗമാണ് വന്ന് കയറും മുന്നേ ഈ ആൻറ്റിബോഡീസ് അതിനെ കൊല്ലും. ഇതാണ് വാക്സിൻസ്. ഇനി ജനറ്റിക് എഞ്ചിനീയറിങ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീനുകളെ മാറ്റിയിട്ട് പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെയും മാറ്റിയെടുക്കുന്ന ഒരു ടെക്നോളജിയാണ് ജനറ്റിക് എഞ്ചിനീയറിങ്. The technique to manipulate genetic material, replace genes or replace gene product in the body, make identical copies of these genes and store them in a gene library, etc. is collectively called genetic engineering. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇൻസുലിനെ കോഡ് ചെയ്യുന്ന ജീനുകളെ നമ്മൾ വേറെ സ്ഥലത്തുനിന്ന്, അതായത് ഹ്യൂമൻസിൽ നിന്ന് തന്നെ, ആരോഗ്യമുള്ള ഹ്യൂമൻസിൽ നിന്ന് തന്നെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സെക്കൻഡ്സ് കൊണ്ട് ലക്ഷക്കണക്കിന് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതാണ്, പെരുകുന്നവരാണ്. അപ്പോൾ ആ ബാക്ടീരിയാസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് കയറ്റി കൊടുക്കും. അപ്പോൾ ബാക്ടീരിയ പെരുകുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, ഈ ഇൻസുലിനെ കോഡ് ചെയ്യണ ജീനും കൂടെ പെരുകും. എന്നിട്ട് നമ്മൾ ആ ഇൻസുലിനെ കോഡ് ചെയ്യണ ജീനെ മാത്രം അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കോഡ് ചെയ്യിപ്പിച്ചിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളൊരു ജീൻ ഉണ്ടാക്കി അത് വേറൊരു ഓർഗാനിസത്തിൽ, ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ, ബാക്ടീരിയയ്ക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ, അതിൻ്റേതല്ലാത്തൊരു ജീനെയാണ് അതിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഡയബറ്റിക്കിന് തന്നെ വന്നിട്ടില്ല, പക്ഷെ ഭാവിയിൽ വരുമെന്ന് പറയുന്നുണ്ട്. ഒരു പ്രത്യേക പശു, ആ പശു എന്ന് പറയുന്നത്, ആ പശു ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ പ്രത്യേകത എന്താണ്, ഇൻസുലിനുള്ള പാലാണെന്ന്. ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുത്തി വയ്ക്കാനോ മരുന്ന് വയ്ക്കാനോ നിൽക്കണ്ട, ആ പശുവിൻ്റെ പാല് മാത്രം നമ്മൾ കുടിച്ചാൽ മതി. അപ്പോൾ ചിലപ്പോൾ ഭാവിയിൽ വരുന്ന സമയത്ത് ആ പാലുകൾക്ക് പ്രത്യേക ബ്രാൻഡ് നെയിമോ ഒക്കെ ഉണ്ടാവായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, പ്രത്യേക മീറ്റുകൾ, ഈ മീറ്റുകൾ മാംസങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിക് രക്ഷപ്പെടാൻ, കാരണം ഇൻസുലിൻ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള രീതിയിൽ, അതായത് വേറൊരു ഓർഗാനിസമാണ്, അതിൻ്റെ ഒരു പ്രൈവസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിനെയാണ് നമ്മൾ മനുഷ്യന്മാർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിയെടുക്കുന്നത്. അപ്പം അങ്ങനെയും ഉണ്ട് ഒരു പ്രശ്നം. പക്ഷെ എന്താണ്, ഇങ്ങനെയൊക്കെ ചെയ്യണതിനെയാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയാം. അതുപോലെ ട്രാൻസ്ജീനിക് സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നെല്ലിൻ്റെ കഥ പറഞ്ഞല്ലോ, നെല്ലിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ
വെള്ളത്തിനെ റെസിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രത്യേകതരം പെസ്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള ജീനുകൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുക. സീഡ്ലെസ് ആയിട്ടുള്ള തണ്ണിമത്ത കഴിക്കുമ്പോൾ സീഡ് തുപ്പിക്കളയാൻ വയ്യ. അപ്പോൾ എന്താണ്, സീഡ്ലെസ് ആയിട്ടുള്ള തണ്ണിമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തരം ബയോടെക്നോളജി വഴി അതിനെന്തെങ്കിലും ജീനുകൾ മാറ്റിയിട്ട് അത് സീഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല, അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതാണ് ട്രാൻസ്ജീനിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അവരുടെ ജീനുകളിൽ നമ്മൾ വേരിയേഷൻസ് നടത്തിയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള പോലെ അതിനെ മാറ്റിയെടുക്കുക. അങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങളെയാണ് ട്രാൻസ്ജീനിക് പ്ലാന്റ്സ് എന്ന് പറയുക. ജന്തുക്കളെയാണ് ട്രാൻസ്ജീനിക് ആനിമൽസ് എന്ന് പറയുക. അപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് പാല് കുടിക്കാം, സുഖമായിട്ട് പാല് കുടിക്കാം. എന്താണ്, ആ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ കിട്ടും. ഈ തൊലിയുമുള്ള കുത്തലും ഇതൊക്കെ മാറൽ, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് വേണ്ട. അതുപോലെ തന്നെ ചില പ്രത്യേക ആടുകൾക്ക് എന്ന് പറയുമ്പോൾ ആടുകളുടെ പാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാതിരിക്കാനുള്ള സാധനങ്ങളുണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ബ്ലഡ് ക്ലോട്ടിൻ്റെ അവസ്ഥകളുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി, ആടിൻ്റെ പാല് കുടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ദോഷം എന്ന് പറയുന്നത് എന്താണ്, വേറൊരു ഓർഗാനിസത്തിൻ്റെ ഒരു പ്രൈവസിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിനെയാണ് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റീനെയാണ് നമ്മൾ ഇതുപോലെ നശിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ജീൻ തെറാപ്പി. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ഇങ്ങനെ ജനറ്റിക് ഡിസോർഡേഴ്സ് മുഴുവൻ എന്താണ്, ജീനുകൾക്ക് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ ജീനുകളെ മാറ്റിയിട്ട്, നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ആ ജീനുകളെ മാറ്റിയിട്ട് ഫങ്ഷണൽ ആയിട്ടുള്ള ജീനുകൾ അവിടെ വെച്ച് കൊടുത്താൽ എന്താണ്, ആ പ്രശ്നം പരിഹരിച്ചു അല്ലേ. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു അസുഖം, അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ടുള്ള പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകളുടെ പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ജീനുകളെ കണ്ടെത്തിയിട്ട് ആ ജീനെ മാറ്റിയിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകളെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ എന്തായി, അപ്പോൾ അവർക്ക് മുറിവുണ്ടായാലും ബ്ലഡ് ക്ലോട്ടാവും, കാരണം ആ പ്രോട്ടീനോട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ പ്രശ്നം അത് മാറ്റിയിട്ട് നല്ലൊരു ജീനെ കൊണ്ട് വയ്ക്കുക. അതിനെയാണ് എന്താ പറയുക, ജീൻ തെറാപ്പി എന്ന് പറയാം. ജീൻ തെറാപ്പി 2 ടൈപ്പിലുണ്ട്. സൊമാറ്റിക് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി സെൽസ്, സെക്സ് സെല്ലുകളല്ലാത്ത ബാക്കിയുള്ള ബോഡി സെല്ലുകളിൽ വരുന്ന ഡിഫക്റ്റുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ജീൻ തെറാപ്പിയാണ് സൊമാറ്റിക് ജീൻ തെറാപ്പി. ഇനി സെക്സൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഓവം അല്ലെങ്കിൽ എന്താണ് സ്പേം, ഗാമറ്റിക് സെൽസിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സെക്സൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ടൈപ്പാണ് XYO ജീൻ തെറാപ്പി. XYO എന്ന് പറയുന്നത് പ്രശ്നമുള്ള ജീനിനെ പുറത്തേക്ക് എടുത്തിട്ട്, ആ ജീനെ മാത്രമാവില്ല, ചിലപ്പോൾ ആ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ആ ജീനിനെ മാറ്റിയിട്ട് പുറത്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും അതേ ഓർഗാനിസത്തിലേക്ക് തന്നെ കൊണ്ടുവയ്ക്കുക. അതാണ് XYO. ഇൻവൈവോ എന്ന് പറയുന്നത് എന്താണ്, പുറത്തേക്ക് എടുക്കുന്നില്ല, ആ ഓർഗാനിസത്തിൻ്റെ DNA ഉള്ളിൽ വെച്ച് തന്നെ എന്താണ് ജീൻ തെറാപ്പി നമ്മൾ നടത്താണ്. കേടുള്ള ജീനെ മാറ്റിയിട്ട് നല്ല ജീനെ വെക്കുകയാണ്. അപ്പോൾ അതായത് എന്ത് സുഖമല്ലേ, സ്കൂട്ടറിലൊക്കെ അല്ലെങ്കിൽ വണ്ടികൾക്കൊക്കെ മെക്കാനിക്സ് പണി ചെയ്യണ പോലെ ഉണ്ടല്ലോ പറയണ കേൾക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവൈവോ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നാണ് ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി. ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ചില പ്രോട്ടീനുകളെ അവരുടെ ട്രാൻസ്ലേഷൻ കൂടുതലായി നടന്നാലും പ്രശ്നമാണ്. കാരണം ട്യൂമേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ഫങ്ഷൻ ചെയ്താലും പ്രശ്നം, ഫങ്ഷൻ ചെയ്തില്ലെങ്കിലും പ്രശ്നം, ഓവറായിട്ട് ഫങ്ഷൻ ചെയ്താലും പ്രശ്നം. ഓവറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സമയത്ത് അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ റിവേഴ്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അവിടെ നിന്ന് കുറയും. അങ്ങനെയുള്ളതിനെയാണ് എന്താ പറയുക, ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി എന്ന് പറയുക. എയ്ഡ്സ്, ഹീമോഫീലിയ, ലുക്കീമിയ, ശ്വാസകോശ ക്യാൻസർ അങ്ങനെയുള്ള ചികിത്സയ്ക്കൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ടെന്ന്. കാരണം ഓവറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, ക്യാൻസർ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ മാലിഗ്നൻ്റ് ആയിട്ട് വരുന്ന സെല്ലുകളിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താണ് ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻസ്. പിന്നെ ജീൻ തെറാപ്പി എന്താണ്, അതിൻ്റെ ടൈപ്സ്, സൊമാറ്റിക്, സെക്സെൽസ്, XYO, ഇൻവൈവോ, ആൻറ്റിസെൽസ്, അങ്ങനെ 5 ടൈപ്പ് ഉണ്ട്. അതൊക്കെ എന്താണെന്നും കൂടെ പഠിച്ചു വയ്ക്കുക. കാരണം 4 മാർക്കിനൊക്കെ വാട്ട് ജീൻ തെറാപ്പി, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഇനി ട്രാൻസ്ജീനിക് പ്ലാന്റ്സ് എന്താണ്, ട്രാൻസ്ജീനിക് ആനിമൽസ് എന്താണ് അവരുടെ യൂസസ്, ഇതൊക്കെ ഇതിലുണ്ട്, നമ്മൾ പറഞ്ഞ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷനും കൂടെ നോക്കാം. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ പറയാത്തൊരു കാര്യം DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ
DNA ഫിംഗർ പ്രിൻറ്റിങ് നമ്മൾ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പം എല്ലാവരുടെയും ഫിംഗർ പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ യുണീക്കാണ്. എൻ്റെ ഫിംഗർ പ്രിൻറ്റ് എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ലോകത്ത്, വേറെ ഒരാൾക്കും ഉണ്ടാവില്ല. അതേപോലെ തന്നെ എൻ്റെ DNA എന്ന് പറയുന്നത് എനിക്ക് മാത്രം ഐഡൻറ്റിക്കലാണ്. കാരണം 99.9% വരെ ഹ്യൂമൻസിൻ്റെ DNA സിമിലാരിറ്റീസ് കാണിക്കാം. കാരണം എന്താ വെച്ചാൽ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാവുമ്പോൾ ഒരേ അച്ഛനിൽ നിന്നും ഒരേ അമ്മയിൽ നിന്നും വരുന്ന മക്കൾക്ക് ഇപ്പം എൻ്റെ സഹോദരനോ സഹോദരിക്കോ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ ഒന്നും പറയാൻ വേണ്ട. കാരണം 99.9% DNA എന്ന് പറയണത് സെയിം ആയിരിക്കും. പക്ഷെ അവിടെ ഒരു 1.1% ഉണ്ട്. ആ 0.1% ആണ് എന്നെ ഞാനാക്കുന്നതും അവനാക്കുന്നതും ഇവളാക്കുന്നതും. ആ ഒരു വ്യത്യാസത്തിലാണ് നമ്മളിങ്ങനെ വ്യത്യസ്തരായിട്ടിരിക്കുന്നത്. ബാക്കി 99.9% എന്താണ്, നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ഈക്വലാവും. ഹ്യൂമൻസ് എന്ന നിലയിൽ 90% ഒക്കെ നമ്മൾ ഹ്യൂമൻസിനെ പോലെ കാണിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് പോലെ DNA എന്താണ്, യുണീക്കാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഓരോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായി, ചുരൽമലയൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ അന്ന് കുഞ്ഞു കുട്ടികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പോൾ കുറേ കാലം അവനെവിടെയെങ്കിലും കണ്ടു കിട്ടി, അവനെടുത്ത് ഒരാൾ വളർത്തി. അപ്പോൾ അയാൾക്ക് അറിയുണ്ടാവില്ല അവർ അച്ഛനമ്മയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇവർ വലിയ സ്വത്തുകാരായിരുന്നു എന്നൊക്കെ വിചാരിക്കാം. അങ്ങനെ അയാൾ എപ്പോഴെങ്കിലും ഒക്കെ അറിയാണ് അയാളെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ കുട്ടിയുടെ അച്ഛനമ്മയും അവിടെ വലിയ ആളായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾ മരിക്കാറായി, എന്നാൽ ഈ കുട്ടീനെ അങ്ങോട്ട് തിരിച്ച് വിടണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പൊക്കോളാൻ പറയും. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ വിട്ടിട്ട് ആ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുകയാണ്, ഞാനാണ് നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം മരിച്ചു എന്നുള്ളതിന് അവർക്കൊരു തെളിവില്ല. കാരണം ആ ഉരുൾപൊട്ടലിൽ അവരങ്ങനെ പോയി. വന്നിട്ടുള്ള ആളതാണെന്ന് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ നമ്മളെന്താ പറയുക, DNA ടെസ്റ്റ് ചെയ്യും അല്ലേ. DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ മകൻ അവരുടെ തന്നെയാണെങ്കിൽ 99.9% എന്താണ്, ഇനിയിപ്പോൾ അച്ഛനമ്മയും ജീവിച്ചിരിപ്പില്ല, സഹോദരനുണ്ട്, മതി, അത്രയും എന്തുണ്ടാവും, അവർക്ക് ആ സിമിലാരിറ്റി കാണിക്കും. ഇനി കുടുംബത്തിൽ ആരും ഇല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വല്യച്ഛനോ വല്യമ്മയോ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു 99% എന്താണ് അവർ തമ്മിലുള്ള സിമിലാരിറ്റീസൊക്കെ കാണിക്കും. കാരണം ഒരേ കുടുംബമാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നതാണ് അത് ഇവരുടെ മകനാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇവരുടെ മകനല്ല എന്നുണ്ടെങ്കിലോ ആ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ആ സിമിലാരിറ്റീസിൻ്റെ ഒരകലം കൂടും. കാരണം ഇത്രയും സിമിലാരിറ്റീസ് അവിടെ കാണിക്കില്ല. അപ്പോൾ അതിനർത്ഥം അവരുടെ മോനല്ല എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ബോഡി കത്തിക്കരിഞ്ഞൊരു ബോഡി കിട്ടി. ആ കത്തിക്കരിഞ്ഞ ബോഡി ആണോ പെണ്ണോ എന്താണോന്നും അറിയില്ല അല്ലേ. അപ്പോൾ പോലീസുകാർ അവരുടേതായിട്ടുള്ള ബുദ്ധിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ DNA ഒക്കെ ടെസ്റ്റ് ചെയ്യും. DNA ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ പറഞ്ഞ രീതിയിൽ വെച്ചിട്ട് ആണാണോ പെണ്ണാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഇനി ഒരു പെണ്ണിന് ഇപ്പോൾ ഒരാൾ റേപ്പ് ചെയ്ത് കൊന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ അതിനെ കൊന്നു, അപ്പോൾ ആരാണ് കൊന്നത് ഒന്നും നമുക്ക് കണ്ടുപിടിക്കണം. ഇവരിങ്ങനെ പോലീസിൻ്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ ഇവർ ചോദ്യം ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ അവർക്കൊരു നിഗമനം ഉണ്ടാവും. പക്ഷെ അതിനുള്ള തെളിവുകളാണ് ഈ DNA ഒക്കെ കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഈ കൊലപാതകം നടന്നവർക്കൊക്കെ പൊടിയൊക്കെ ഇട്ട് DNA ഫിംഗർ പ്രിൻറ്റിങ് ഒക്കെ ശേഖരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ പെണ്ണിൻ്റെ മേത്തുനിന്നൊരു മുടി കിട്ടി. ആ മുടി എടുത്തിട്ട് ഈ പെണ്ണിൻ്റെ പരിശോധിച്ചപ്പോൾ ഈ പെണ്ണിൻ്റെ മുടിയല്ല, അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ കയ്യിൻ്റെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒരു തോല്, അത് മരണപ്രാളത്തിൽ ഇങ്ങനെ മാന്തിയതൊക്കെ ആയിരിക്കും. അങ്ങനെ തോല് കിട്ടുക എവിടെയെങ്കിലും ഒരു പീസ് കിട്ടി കഴിഞ്ഞാൽ അവർ അന്ന് കിട്ടിയ എല്ലാ DNAs അവരെന്ത് ചെയ്യും, നോക്കും. DNA ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നോക്കും. സെപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ പെണ്ണിൻ്റേതല്ലാത്ത കിട്ടുന്ന DNAകൾ മുഴുവൻ പരിശോധിക്കും. ആദ്യം ചെയ്യണത് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽസ് ഉണ്ടാവും, അവരായിട്ട് മാച്ച് ചെയ്യണമെന്ന് നോക്കൂ. അതല്ലെങ്കിൽ ഇവരൊക്കെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്കൊരു കൾപ്രിറ്റ് ഉണ്ടാവില്ല ഏതാന്നുള്ളത്. അയാളായിട്ട് വെച്ച് നോക്കുമ്പോൾ ഓക്കെ അയാളാണ്, അങ്ങനെയൊക്കെ തെളിയിക്കാം. അപ്പോൾ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും ഇങ്ങനെയുള്ള പാരൻ്റൽ ഡിസ്പ്യൂട്ടിൻ്റെ കേസിലൊക്കെ ഈ DNA ഫിംഗർ പ്രിൻറ്റിങ് ഹെൽപ്പ് ചെയ്യും. അതും കൂടി ഒന്ന് നോക്കുക. ബാക്കി ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിക്കാം. ഇത്രയുള്ള കുഞ്ഞു ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കാം കേട്ടോ. താങ്ക് യു.